ഒരു ഗ്രൗണ്ട്, ലീഗൽ അതോറിറ്റി ഉള്ളൊരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ അധികാരമുള്ളവൻ ഒരുത്തനുണ്ടെന്നാണ് അർത്ഥം, അല്ലേ? ഒരുത്തനൊരു പൊസഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരുവനുണ്ട്, അതിന് അധികാരിയായിട്ടുണ്ട്. ആ ഗ്രൗണ്ട് അതിൻ്റെ മേലൊരു അധിപതിയുണ്ട്. ആ അധിപതിക്ക് ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേസ് ഓഫ് ഓപ്പറേഷൻ. എന്താണ്? ആ ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ടാണ് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നത്. അമേരിക്ക മാത്രമല്ല മിലിറ്ററി ബേസ് ഉള്ളത്. അവർക്ക് എവിടെയൊക്കെ ഉണ്ട്? അവർക്ക് ആരെങ്കിലും ഒരു ശത്രു രാജ്യം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ടാക്റ്റിക്കാണ് ആ ശത്രു രാജ്യത്തിൻ്റെ അയൽ രാജ്യത്ത് പോയി കുറേ സ്ഥലം മേടിച്ച് അവിടെ ഒരു മിലിറ്ററി ബേസ് അങ്ങ് വയ്ക്കും. എന്നിട്ട് അവിടെ അവരിതെല്ലാം വെച്ചിട്ട് മറ്റേ വലിയ ക്യാമറയൊക്കെ വെച്ച് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ചുറ്റും ചില രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ചില ബേസുകളുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണാം, അല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഗ്രൗണ്ട് കൊടുത്താൽ പിശാച് അതിൽ വന്ന് കയറിയിരുന്ന് അവൻ്റെ ബേസ് ഓഫ് ഓപ്പറേഷൻ ആക്കി എടുക്കും. അവന് എന്നെ മാത്രമല്ല അവൻ അറ്റാക്ക് ചെയ്യുന്നത്, അവൻ ഇവിടെ ബേസ് ആക്കിക്കൊണ്ട് അനേകരെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് അനേകർ മലിനപ്പെടുമെന്ന് പറഞ്ഞത്. കാര്യം ഓർക്കണം, നിങ്ങൾ ബേസ് ഇവിടെ കൊടുത്താൽ നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളിവിടെ ബേസ് കൊടുത്തത് കാരണം അനേകർ ബാധിക്കപ്പെടുന്നു. ഞാൻ ഇവിടെ ഇടം കൊടുക്കുമ്പം പിശാചിന് ഇവിടെ ഒരു ബേസ് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തു. ഇവിടെ ഇരുന്നുകൊണ്ട് അവൻ ഓപ്പറേഷൻ തുടങ്ങും. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ടല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവൻ ചുറ്റുപാട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിൽ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എൻ്റെ കുടുംബത്തിൽ ആദ്യം പ്രവർത്തിക്കും, ഓരോരുത്തരെ പിടിക്കും. എൻ്റെ കുടുംബത്തെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റു കുടുംബങ്ങളെ പിടിക്കും. കുടുംബങ്ങളെ പിടിക്കുമ്പം സഭകളെ പിടിക്കും. സഭകളെ പിടിക്കുമ്പം സമൂഹത്തെ അത് ബാധിക്കും. കാര്യം സമൂഹത്തിന് പിന്നെ ഒരു ത്രെട്ടുമില്ല സഭ, അല്ലേ? ഇന്ന് ഏതെങ്കിലും സിറ്റിക്ക് അവിടെ ഒരു ചർച്ചുണ്ട്, അതുകൊണ്ട് ദ ചർച്ച് ഇസ് എ ത്രെറ്റ് ടു ദി സൊസൈറ്റി എന്നാരെങ്കിലും പറയൂ? സൊസൈറ്റി അറിയുന്നവരുമില്ല നമ്മളെ കൂടെ ഉണ്ടെന്ന്. പണ്ട് ഒരു രക്ഷിക്കപ്പെട്ട ഒരു വേർപാടിൽ വിശുദ്ധിയിലും ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ അയാൾ നടന്നു പോകുമ്പോൾ ആൾക്കാർ മാറി നിൽക്കും. കാര്യം അവർക്കറിയാം ഒരു ഭക്തനായ മനുഷ്യനാണ്. ഒരു ഭക്തിയുള്ളൊരു കുടുംബം ഉണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ പറയും, അയ്യോ അവിടെ പ്രാർത്ഥിക്കുന്നവരാ, കളിക്കല്ലേ അവരെടുത്ത്, അല്ലേ? അവിടെ ആരാധിക്കുന്ന ഒരു ദൈവത്തെ വിളിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ പറയും, അയ്യോ അവരുടെ നേരെ ഒന്നും എടുക്കല്ലേ, അവർ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്താൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ ഒരു പേടി പണ്ട് രക്ഷിക്കപ്പെട്ടവരെ പറ്റി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുടുംബങ്ങളെ പറ്റി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള സഭകളെ പറ്റി ഉണ്ടായിരുന്നു. ഇന്നോ നമ്മളായിട്ട് ചവിട്ടി തേക്കിയല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ദൈവവചനം അറിയാത്തവരെ പോലെ, ഒന്നേ അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അറിയത്തില്ല. പുതുതായി വരുന്നവർക്ക് അറിയത്തില്ല, കാരണം അവർക്ക് അതും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ പഴയ അറിയാവുന്നവരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. വാട്ട് അബൌട്ട് യു? യു ഓൾറെഡി ന്യൂ ദ വേർഡ് ഓഫ് ഗോഡ്, ബട്ട് ആർ യു ലിവിങ് ദ വേർഡ് ഓഫ് ഗോഡ്?